സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ ഫോർമാറ്റിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. നമ്പർ ഫോർമാറ്റിൻ്റെ അതേ കാറ്റഗറിയിൽ തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റിംഗ്. എന്തുകൊണ്ടാണ് ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റിംഗ് നമ്പറിൽ ഉൾപ്പെടുത്തിയെന്ന് കൂടി നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശരിയായ രീതിയിൽ ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ചില മന്തുകളും ഡേറ്റുകളും തമ്മിൽ പരസ്പരം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഈ ഡേറ്റ് ഫോർമാറ്റിംഗ് നമ്മുടെ സിസ്റ്റം സെറ്റിങ്സുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഫയലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ ഫോർമാറ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് കൺട്രോൾ 1 അമർത്തുന്നതോടുകൂടി നമുക്ക് ഒരു വിൻഡോ വരും. അതിൽ നമ്പേഴ്സ് എന്നുള്ളതിലുള്ള കുറേ കാറ്റഗറികളെ കുറിച്ച് പറഞ്ഞു. എക്സൽ ആക്ച്വലി നമ്പർ ഫോർമാറ്റിലാണ് ഡേറ്റും ടൈമും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഡേറ്റ് സ്റ്റോർ ചെയ്യുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ ഇവിടത്തേക്ക് കോപ്പി ചെയ്യാണ്, പേസ്റ്റ് ചെയ്തു. ഇനി ഈ നമ്പറിനെ നമ്മൾ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. ഇവിടെ നമ്പർ എന്നുള്ള കാറ്റഗറിയിൽ തന്നെയാണ് ഡേറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഷോർട്ട് ഡേറ്റ് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതൊരു ഡേറ്റ് ആയിട്ട് മാറും. അതായത് 1 എന്നുള്ളത് ജനുവരി 1, 1900 എന്നുള്ള നിലക്കാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അവിടെ മുതലാണ് എക്സലിന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഉള്ളൊരു ഡേറ്റിന്റെ ആവശ്യം നമുക്ക് വരാൻ സാധ്യതയില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ അതൊരു ടെക്സ്റ്റ് ആയിട്ട് മാത്രമാണ് എക്സൽ സ്റ്റോർ ചെയ്യുക. അങ്ങനെ ഓരോ ഡേ കൂടുന്നതിനനുസരിച്ച് ഈ നമ്പറിനെ 1 എന്നുള്ളതിന് ഡേറ്റ് ആയിട്ട് മാറ്റി, 2 എന്നുള്ള നെക്സ്റ്റ് ഡേറ്റ് ആയി, 365 ആവുമ്പം അത് ഡിസംബർ 30 ആയി, 366 ആവുമ്പം ഡിസംബർ 31 ആയി. ഇങ്ങനെ ഓരോ വാല്യൂ കൂട്ടി കൊണ്ടുവരുമ്പം അതൊരു ഡേറ്റിന്റെ കറസ്പോണ്ടിങ് നമ്പർ ആയിട്ടാണ് എക്സൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പം രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാനും ആ ഡിഫറൻസ് എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര മാസം ഉണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. സോർട്ട് ചെയ്യാനും വളരെ എളുപ്പമുണ്ട്. കാരണം നമ്പർ സോർട്ട് ചെയ്താൽ മതി, എന്നിട്ട് അതിനെ ഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് എക്സൽ സ്റ്റോർ ചെയ്യുന്നത് നമ്പർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഡേറ്റ് അടിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ കൃത്യമായി ഫോർമാറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമ്പറായി ഡിസ്പ്ലേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് എക്സൽ ഏത് രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. നമ്പർ കാറ്റഗറിയിലാണ് എക്സൽ ഡേറ്റിനെ പെടുത്തിയിട്ടുള്ളത്. അതിന് കാരണം അത് നമ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ്. എക്സൽ ലേണിംഗ് സീരീസിന്റെ 7ാമത്തെ അധ്യായത്തിൽ CSV ഫയലിൽ നിന്ന് ടെക്സ്റ്റ് ഫോർമാറ്റിൽ ലഭിക്കുന്ന ഡേറ്റിനെ എങ്ങനെ അത് ഡേറ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ടെക്സ്റ്റ് ടു കോളം എന്ന മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് എന്നും പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് അതിനേക്കാൾ സിമ്പിളായി കുറഞ്ഞ ഡേറ്റ് മാത്രമാണ് കൺവേർട്ട് ചെയ്യേണ്ടതുള്ളതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം, ഒരു ഡേറ്റ് ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷനൊക്കെ ഈക്വൽ ടു സ്റ്റാർട്ട് ചെയ്യുന്ന ഈക്വൽ ടു ഡേറ്റ് വാല്യൂ എന്നുള്ളതാണ് ഫംഗ്ഷന്റെ പേര്. നമ്മൾ അതിനോട് അടുത്തുള്ള ഡേറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഡേറ്റ് വാല്യൂ നമ്മൾ ടാബ് പ്രസ് ചെയ്യുന്നതോടുകൂടി ഓപ്പൺ ബ്രാക്കറ്റ് വരും. നമ്മൾ അതിന്റെ തൊട്ടടുത്തുള്ള ആവശ്യമുള്ള ഏത് ഡേറ്റ് ആണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ഫോർമാറ്റിൽ നിന്ന് ഡേറ്റ് ഫോർമാറ്റിലേക്ക് അത് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സൽ ഒരു നമ്പർ ആണ് കാണിക്കുന്നത്. ഈ നമ്പർ ഈ ഡേറ്റിന്റെ കറസ്പോണ്ടിങ് നമ്പർ ആണ്. ഈ ടെക്സ്റ്റിനെ നമ്മൾ ഈ നമ്പർ ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ നേരെ ഫുള്ള് കോപ്പി ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. ഇനി ഇതിനെ നമ്മൾ ഈ നമ്പർ ഗ്രൂപ്പിലുള്ള ഷോർട്ട് ഡേറ്റ് എന്നുള്ള ഭാഗം, ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഷോർട്ട് ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതൊരു നമ്പർ ഡേറ്റ് ആയിട്ട് മാറും. ടെക്സ്റ്റ് ആയിട്ടുള്ളതൊക്കെ ലെഫ്റ്റ് അലൈൻഡ് ആണ്. ഇപ്പോൾ ഡേറ്റ് ആയതുകൊണ്ടാണ് ഇത് റൈറ്റ് അലൈൻഡ് ആയിട്ട് വന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നമ്മൾ 4ാം അധ്യായത്തിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഈ ഫംഗ്ഷൻ, ഇവിടെ ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത്, ഇവിടെയുള്ള വാല്യൂ അല്ല കാണിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഫോർമുല ബാറിൽ ആ ഫോർമുല അഥവാ ഫംഗ്ഷൻ കാണിക്കുന്നു. ഈ ഫംഗ്ഷൻ ഇതുമായി ഡിപ്പെൻഡഡ് ആണ്, ഈ സെല്ലിലെ വാല്യൂമായി ഡിപ്പെൻഡഡ് ആണ്. അതായത് ദർ ഈസ് എന്താ നമുക്ക് പറയാം, റെഫറൻസ് ഉണ്ട്. ഈ സെല്ലുമായി ഇതിന് റെഫറൻസ് ഉണ്ട്. 3 തരം റെഫറൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ റെഫറൻസ് ഉള്ളിടത്തോളം കാലം നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്യുന്നു. അതായത് A3 എന്നുള്ള ഈ കോളം ക്ലിക്ക് ചെയ്തു, ഇതാണ് ഇതിനെ റെഫർ ചെയ്യുന്നത്. ഇവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ എറർ, അതായത് ഈ സെല്ലിലുള്ള ഫംഗ്ഷൻ അനുകൂലമായിട്ടുള്ള വാല്യൂ ഈ ഭാഗത്തില്ല എന്ന് കാണിക്കുന്ന വാല്യൂ എറർ കാണിക്കും. ഇങ്ങനെ ഒരു റെഫറൻസ് എറർ വരാതിരിക്കാൻ വേണ്ടി എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് എന്ന് നമ്മൾ 4ാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് അതിവിടെ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോവാം. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ C പ്രസ് ചെയ്യുന്നതോടുകൂടി കോപ്പി ചെയ്യാം. അപ്പോൾ ഇവിടെ പേസ്റ്റ് എന്നുള്ള ഭാഗം ആക്റ്റീവ് ആവും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പേസ്റ്റ് വാല്യൂസ് എന്നുള്ളതിൽ 1ാമത്തെ, ബാക്കിയൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വാല്യൂസ് ക്ലിക്ക് ചെയ്യുന്നു.
അതോടുകൂടി ഇപ്പോൾ ഇവിടെ ഫോർമുല ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ഡേറ്റ് തന്നെയാണ് കാണുക. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഇതിനെ ഡേറ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് റെഫറൻസ് എറർ ഒഴിവാക്കണം. ടെക്സ്റ്റ് ടു കോളം ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ റെഫറൻസ് എറേഴ്സ് വരില്ല. സിമ്പിളായിട്ട് കുറഞ്ഞ ഡേറ്റ് മാത്രമൊക്കെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതെങ്കിൽ ഈ രീതിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എക്സലിൽ നമുക്ക് വിവിധതരം ഡേറ്റ് ഫോർമാറ്റ് ഉണ്ട്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള 2 ഫോർമാറ്റുകൾ ഇവിടെയാണ്, ഷോർട്ട് ഡേറ്റും ലോങ് ഡേറ്റും. ഈ ഷോർട്ട് ഡേറ്റ് ലോങ് ഡേറ്റ് എന്നുള്ളത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് സെറ്റിംഗ്സിൽ നമ്മൾ അവസാനം നമ്മുടെ റീജിയണൽ സെറ്റിംഗ്സിനെ കുറിച്ച് ഈ ലെസന്റെ അവസാനം നമ്മൾ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെയുള്ള അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഷോർട്ട് ഡേറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി എങ്ങനെ നമുക്ക് ലോങ് ഡേറ്റിലേക്ക് മാറ്റാൻ നോക്കാം. ഇവിടെ ലോങ് ഡേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് മന്തിന്റെ പേര് പൂർണ്ണമായിട്ടും വരുന്നു. അതിൻ്റെ ഇടയിലുള്ള ഹൈഫണൊക്കെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഡേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിന് നമുക്ക് അലൈൻമെന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. സെലക്ട് ചെയ്ത് ഇതൊക്കെ മുമ്പ് ഡിസ്കസ് ചെയ്താണ് നമ്മളിവിടെ കൊടുക്കുന്നതോടുകൂടി റൈറ്റ് അലൈൻമെന്റ് ആയിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡേറ്റിനെ വളരെ ഈസി ആയി പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഈ കൺവേർഷൻ ഇവിടെ കാണുന്ന ഈ ലോങ് ഡേറ്റ് എന്നുള്ളത് നമുക്ക് സെറ്റിംഗ്സിൽ റീജിയണൽ സെറ്റിംഗ്സിൽ മാറ്റം വരുത്താം. അത് ഈ വീഡിയോയുടെ അവസാനം വിശദീകരിക്കുന്നതാണ്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഫോർമാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഫോർമാറ്റ് ചെയ്യാവുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി ഇവിടെ കാണിക്കാം. ഡേറ്റ് തന്നെ ഇവിടെ കോപ്പി ചെയ്യാണ്, സെലക്ട് ചെയ്ത് എൻ്റർ കീ അമർത്തി. ഇനി നമ്മൾ സെലക്ട് ചെയ്ത് Ctrl 1 ആണ് നമ്മൾ അമർത്തുന്നത്. ഡേറ്റ് എന്നുള്ളതിൽ തന്നെ സെലക്ട് ആവും. നമ്മൾ ആക്ച്വൽ ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ടാണ്. കസ്റ്റം ഫോർമാറ്റ് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് ഒരു 3D കൊടുത്തു, കോമ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇവിടെ ഇങ്ങനെ കാണിക്കും, അതിൻ്റെ സാമ്പിൾ കാണിക്കും. നമ്മൾ കൊടുക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഇവിടെ തന്നെ നമുക്കറിയാം. ഹൈഫൺ കൊടുത്തു, 3 M കൊടുക്കുന്നുണ്ട്. മന്തിൻ്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് കാണിക്കും. ഇനി ഹൈഫൺ കൊടുത്തിട്ട് നമ്മളൊരു അപ്പോസ്ട്രോഫി കൊടുക്കുകയാണ്, സിംഗിൾ കോട്ട് കൊടുക്കാം. എന്നിട്ട് YY അടിക്കുക. ഇനി എൻ്റർ കീ അമർത്താം. അപ്പോൾ ഇവിടുത്തെ മാതിരി തന്നെ വരുന്നു. വേണമെങ്കിൽ നമുക്കൊന്ന് റൈറ്റ് അലൈൻഡ് ആക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ആദ്യത്തെ 3D ഡേയുടെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് കാണിക്കുന്നു. DD എന്നുള്ളത് കൊണ്ട് 01. മന്തിൻ്റെ ആദ്യത്തെ 3 പേര് കാണിച്ചു. നമ്മൾ ഒരു സിംഗിൾ കോട്ട് കൊടുത്തത് കൊണ്ട് അവിടെ അതും കാണിച്ചിട്ടുണ്ട്. അങ്ങനെയും നമ്മൾ സാധാരണ ഡേറ്റ് ഫോർമാറ്റ് കൊടുക്കാറുണ്ടല്ലോ. ഇനി അടുത്ത ഒന്ന് നോക്കാം. Ctrl 1 അമർത്തിയിട്ട് നമ്മൾ കസ്റ്റം എന്നാണ് എടുക്കേണ്ടത് ഇവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഭാഗത്ത് എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത്? 4D കൊടുക്കുന്നുണ്ട്. 4D കൊടുത്തു, കോമ കൊടുത്തു, DD നമുക്ക് സ്ലാഷ് കൊടുക്കാൻ വേണമെങ്കിൽ 4 M കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 M കൊടുക്കുമ്പോൾ മന്ത് ഫുള്ള് കാണിക്കും. 4 Yയും കൊടുത്തു. ഇവിടെ അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി എൻ്റർ കീ അമർത്താം. നമ്മൾ എന്താണ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് റൈറ്റ് അലൈൻഡ് ആക്കാം. കണ്ടോ, ഇയർ 4 കാണിക്കുന്നുണ്ട്. 4 M കൊടുത്തുകൊണ്ട് മന്തിൻ്റെ ഫുള്ള് പേര് കാണിക്കുന്നുണ്ട്. DD എന്ന് കൊടുത്തുകൊണ്ട് 2 ഡിജിറ്റ് വരെ കാണിക്കും. പിന്നെ 4D കൊടുത്തുകൊണ്ട് ഡേൻ്റെ മുഴുവൻ പേരും കാണിക്കും. ഇങ്ങനെ ഏത് രീതിയിൽ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കസ്റ്റം ഫോർമാറ്റിലേക്ക് മാറാൻ സാധിക്കും. ഇതുവരെ പഠിച്ചതിൽ നിന്ന് ചില ടിപ്സ് കൂടി പറയാം. നമുക്കിപ്പോൾ ഇവിടെ ഇന്നത്തെ ഡേറ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഡേറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ Ctrl പ്രസ് അമർത്തി കോളൻ കൊടുത്ത ഡേറ്റ് അവിടെ വരും. സിസ്റ്റത്തിൽ ഏതാ ഡേറ്റ് ആണോ കാണിച്ചാൽ അത് വരും. ഇപ്പോൾ ഇവിടെ 29/25 കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സിസ്റ്റം ഡേറ്റ്. നമുക്ക് ഇതേ ഡേറ്റ് തന്നെ ഇവിടെ വരാൻ നമ്മൾ സാധാരണഗതിയിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്തി ആ മാറ്റം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യൂല. അപ്പോൾ നമുക്ക് പിന്നെ എളുപ്പത്തിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സപ്പോസ് നമുക്ക് ഈ ഡേറ്റ് ഇങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഫിൽ സീരീസ് പറഞ്ഞ പോലെ ഓരോ ഡേ മാറിയിട്ട് ഡേറ്റും കൂടെ വരും. ഇവിടെ ഓരോ ഡേറ്റ് 3 നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഡേ ഇവിടെ കിട്ടാൻ നമ്മൾ ഇതിവിടെ കോപ്പി ചെയ്ത് ഫോർമാറ്റിംഗ് മാറ്റി കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും എഡിറ്റിംഗ് നടത്തിയാൽ ഇവിടെ വീണ്ടും അതിനെ കോപ്പി ചെയ്യണം. അപ്പോൾ നമുക്ക് എളുപ്പ വഴി എന്താ വെച്ചാൽ നമ്മൾ ഈക്വൽ ടു ടൈപ്പ് ചെയ്തിട്ട് ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സെല്ലിൻ്റെ അഡ്രസ്സ് കാണിക്കും, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് തന്നെ ഇവിടെ വന്നു. ഇനി ഇവിടെ നമ്മൾ എന്ത് മാറ്റം വരുത്തിയാൽ ഫോർമാറ്റിംഗ് അല്ല, ഇപ്പോൾ ഇത് 22 എന്ന് ഇവിടെ ആക്കി കഴിഞ്ഞാൽ അടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് 22 എന്ന് മാറും. ഉണ്ടോ? അപ്പോൾ ഇവിടെ എന്ത് മാറ്റവും നമുക്ക് വരുത്താം. അത് നേരെ റിഫ്ലക്ട് ചെയ്യും, കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നമ്മളൊരു ഫോർമാറ്റ് കൊടുക്കുകയാണ്. എന്താണ് ഫോർമാറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ ഡേറ്റിനനുസരിച്ചുള്ള ഡേ ഇവിടെ കാണിക്കണം. നമ്മൾ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഡേറ്റ് വേണ്ടി വരും. ആ ഡേറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡേ ആക്കി ഫോർമാറ്റ് ചെയ്താൽ മതി. Ctrl 1 കൊടുത്ത് ഇത് എടുത്തതിന് ശേഷം നമുക്ക് ഡേ കിട്ടണമെങ്കിൽ 3 കൊടുത്താൽ മതി. 3 കൊടുത്താൽ ആദ്യത്തെ 3 ഡിജിറ്റ് വരും. ഫുൾ ഡേ വേണമെങ്കിൽ 4 നമുക്ക് കൊടുക്കാം. നമ്മൾ 3 കൊടുക്കുകയാണ്. അപ്പോൾ സാറ്റർഡേ എന്ന് കാണിച്ചു അല്ലേ? ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് അലൈൻമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെയൊക്കെ ആ ഫോർമാറ്റ് വന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും തിരുത്തി വരുത്തിയാൽ
ആ തിരുത്ത് ഇവിടെയും വരും. കാരണം എന്താ, ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഡേറ്റ് അല്ല കാണിക്കുന്നത്, C1 എന്നാണ് കാണിക്കുന്നത് ഇവിടെ നോക്കിയാൽ. കാരണം =C1. അപ്പോൾ ഇവിടെ എന്താണോ ഉള്ളത് അത് ഇവിടെ കാണിക്കും. ഇതൊരു ട്രിക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും ഇവിടെ മാറ്റം വരുത്തുമ്പോൾ അത് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കോപ്പി ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഫോർമാറ്റും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടൈം ടേബിളോ അല്ലെങ്കിൽ ഡ്യൂട്ടി അസൈൻമെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. പിന്നെ ഫോർമാറ്റിംഗ് ലൈൻ ഡ്രോയിലൊക്കെ നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ എളുപ്പമാക്കി ഇവിടെ നമുക്ക് ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ മാറ്റം വരുത്താം. ഇവിടെയുള്ള ഇതന്നെ ഇവിടെ കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ഈക്വൽ ടു കൊടുത്തതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡേറ്റ് ഇവിടെ കൊല്ലം പിന്നെ മന്ത് മാറ്റി 10 ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡേ മാറും. ഇവിടെ F1 നമ്മൾ ഈക്വൽ ടു കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് മാറ്റേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. എക്സലിലെ ടൈം ഫോർമാറ്റിനെ കുറിച്ചാണ് നമുക്ക് ഇനി മനസ്സിലാക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു എക്സലിൽ ഡേറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഹോൾ നമ്പേഴ്സ് ആയിട്ടാണ്. എന്നാൽ അതിന്റെ ഡെസിമൽ പാർട്ടിൽ വരുന്ന ഭാഗങ്ങളാണ് ടൈം ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇത് നമുക്കിത് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലഭിക്കാൻ നോക്കാം. നമ്മളോട് ജസ്റ്റ് കോപ്പി ചെയ്തിട്ടു Ctrl+1 അമർത്തി കസ്റ്റം ഫോർമാറ്റിൽ നമ്മൾ പോകുന്നു. എന്നിട്ട് നമുക്കിവിടെ ഒരു ഫോർമാറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ക്വയർ ബ്രാക്കറ്റ് H സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ കോളൻ ആണ് കൊടുക്കേണ്ടത്, 2 ഡോട്ട്സ്. ദെൻ മിനിറ്റ്സിന് എന്ന് കൊടുത്തു, വീണ്ടും കോളൻ കൊടുത്തു, ദെൻ സെക്കൻഡ് കൊടുത്തു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 25 എന്നുള്ളത് 6 hours ആയിട്ട് കാണിക്കുന്നു. 0.5 12 hours-ഉം 0.75 18 hours-ഉം 1 എന്നുള്ളത് 24 hours-ഉം. അപ്പോൾ ഹോൾ നമ്പർ 24 hours ആണ്, ഒരു ഡേ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഡെസിമൽ പാർട്ട് ആയി വരുന്നതാണ് അതിൻ്റെ ടൈം ആയിട്ട് വരുന്നത്. ഇനി കോമൺ ടൈം ഫോർമാറ്റുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒരു സാമ്പിൾ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മളിവിടെ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലുള്ള ഫോർമാറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. Ctrl+1 അമർത്തുന്നു, കസ്റ്റം ഫോർമാറ്റ് തന്നെ എടുക്കാം. നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത ഫോർമാറ്റ് ഒന്ന് സെലക്ട് ആകുന്നുണ്ട്. H എന്നുണ്ട്, H കൊടുത്തു, കോളൻ കൊടുത്തു, കൊടുത്തു. ഇനി നമ്മൾ AM/PM എന്ന് കൊടുക്കുന്നു. ഇനി എൻ്റർ കീ അമർത്തുന്നതോടുകൂടി ഒന്ന് 2:30 AM ആണ്, മറ്റേത് 14:30 ആകുമ്പോൾ 2:30 PM എന്ന് കാണിച്ചു. ഇതൊരു കോമൺ ഫോർമാറ്റ് ആണ്, നമുക്ക് AM-ഉം PM-ഉം ആയിട്ട് കാണിക്കാം. ഇനി മറ്റൊന്ന് നോക്കാം. ഇത് നോർമലി കോമൺ ഫോർമാറ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യപ്പെടും. നമുക്ക് നോക്കാം. നമ്മൾ ഇതാണ് കൊടുക്കേണ്ടത്, HM എന്നുള്ളതാണ്. ഇവിടെ മാറ്റങ്ങളൊന്നും വരുന്നില്ല, കാരണം നമ്മൾ ആ ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടത്തേക്കാണെങ്കിൽ നമുക്ക് സെക്കൻഡ് കൂടി കിട്ടും, അതുകൂടി നമുക്ക് നോക്കാം. ഇവിടുത്തെ കോപ്പി ചെയ്യുന്നു. നമ്മൾ ഡേറ്റിന്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ അടിച്ചത്, അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ കാണിക്കുന്നത്. Ctrl+1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സെക്കൻഡ് കൂടി ആഡ് ചെയ്യാം. കോളൻ കൊടുക്കണം, SS കൊടുക്കുക. അതുകൂടി 2:30 എന്നുള്ളത് അങ്ങനെ തന്നെ കാണിക്കുന്നു, മറ്റേത് 14:30 അതിന്റെ സെക്കൻഡ്സ് കൂടി കാണിക്കുന്നു. ഇങ്ങനെയാണ് ഡേറ്റ് സാധാരണയായിട്ട് ഫോർമാറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ നേരത്തെ സിസ്റ്റത്തിൽ ഷോർട്ട് ഡേറ്റും ലോങ് ഡേറ്റും എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ഷോർട്ട് ഡേറ്റും ലോങ് ഡേറ്റും കാണിക്കുന്നത്. നമ്മൾ MMDDYY ഇവിടെയും ലോങ് ഡേറ്റ് MMDDY എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ സെലക്ട് ചെയ്ത് നമുക്കത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് വരിക. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ലോങ് ഡേറ്റ് അങ്ങനെ കാണിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ സിസ്റ്റം സെറ്റിംഗ്സിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഇന്ത്യയിൽ DDMOYY ആണ്. അതേസമയം അമേരിക്കൻ ഫോർമാറ്റ് മന്ത് ആദ്യവും ഡേറ്റ് പിന്നെയും ഇയർ ലാസ്റ്റിലുമാണ്. പല കൺട്രീസും അവരുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ചില ആളുകളുടെ ലാപ്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഡേറ്റ് കാണപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചില സോഫ്റ്റ്വെയറിലൊക്കെ ഇങ്ങനെ നമുക്ക് കാണാറുണ്ട്. അത് ആ സിസ്റ്റം ഡേറ്റ് നമ്മൾ സെറ്റിംഗ്സ് മാറ്റാത്തതുകൊണ്ടാണ്. എങ്ങനെ നമുക്ക് സിസ്റ്റം സെറ്റിംഗ്സ് മാറ്റം വരുത്താൻ നോക്കാം. നമ്മൾ ഇവിടെ സെർച്ച് ബാറിൽ സെറ്റിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ സെറ്റിംഗ്സിന്റെ ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോകും. അവിടെ നമുക്ക് പിന്നെ ടൈം ആൻഡ് ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. റീജിയണൽ സെറ്റിംഗ്സ് ആണത്. അതിൽ തന്നെ ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് എടുക്കാം. ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ടൈം സോൺ ഒക്കെ സെലക്ട് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് ദ ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഫോർമാറ്റ് വരും. ഇപ്പോൾ ഷോർട്ട് ഡേറ്റ് നമുക്ക് അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണാൻ കാരണം ഇവിടെ അത് സെലക്ട് ചെയ്തുകൊണ്ടാണ്. ഷോർട്ട് ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാം. അതേപോലെ ലോങ് ഡേറ്റ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ ലോങ് ഡേറ്റ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കും അവിടെ വരിക. അവിടെ സെലക്ട് ചെയ്തതായതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരാൻ കാരണം. നമ്മളിപ്പോൾ മാറ്റി സെലക്ട് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഫോർമാറ്റ് ഉപയോഗിക്കാം. അതേപോലെ ഷോർട്ട് ടൈമും ഇവിടെ ഈ സെറ്റിംഗ്സിലാണുള്ളത്. AM PM എന്നൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വരുന്നത് ഇവിടെ സെറ്റിംഗ്സ് അങ്ങനെ ആയതുകൊണ്ടാണ്. അതേപോലെ ലോങ് ടൈം കുറച്ചും കൂടി നമുക്ക് സെക്കൻഡ് കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള ഫോർമാറ്റ്
ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ലോങ് ടൈം. അതേപോലെ AM PM സിമ്പിൾ ഇവിടെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് മാറ്റാം. ഇനി നമ്പർ ഫോർമാറ്റ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്പർ ഫോർമാറ്റ് നമുക്ക് ഇതാ ഇവിടെ നിന്ന് നമ്മൾ 2 ഡിജിറ്റ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾസ് ഉണ്ട്. നമ്മളുടെ ഡിജിറ്റ് ഗ്രൂപ്പിംഗ് ആദ്യം 3ഉം 1000ഉം പിന്നെ ലാക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് 2 ഡിജിറ്റ്സ് ആണ് നമ്മൾ സാധാരണ ഇന്ത്യൻ ഫോർമാറ്റിൽ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ഫോർമാറ്റിലൊക്കെ തന്നെ തൗസൻഡ്സിന്റെ മൾട്ടിപ്പിൾസ് ആണ്, അതുകൊണ്ട് 3 ആണ്. ആരുടെയെങ്കിലും ഫോർമാറ്റിൽ ഇങ്ങനെ ഈ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ സിസ്റ്റം സെറ്റിംഗ്സിൽ പോയിട്ട് ഡിജിറ്റ് ഗ്രൂപ്പിംഗ് മാറ്റി കൊടുത്താൽ മതി. നമ്പർ ഫോർമാറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് പിന്നെ ലാംഗ്വേജ് സെറ്റിംഗ്സ്, റീജിയണൽ ഫോർമാറ്റ് ഒക്കെ നമുക്ക് ഇവിടെ ഓരോന്നിലും നമുക്ക് വരുത്താം. കറൻസി ഫോർമാറ്റ്, നമ്പർ ഫോർമാറ്റ് പറഞ്ഞു, കറൻസി ഫോർമാറ്റ്, കറൻസി സിമ്പിൾ എന്താണ് വേണ്ടത് ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ അങ്ങനെ കാണിക്കും. ചില ആളുകളുടെയിലൊക്കെ സിമ്പിൾ ഡോളറാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് ആവശ്യത്തിന് മാറ്റം കൊടുക്കാം. അവിടെയും ഡിജിറ്റ് ഗ്രൂപ്പിംഗ് ഉണ്ട് കറൻസിയിൽ. അമേരിക്കൻ ഫോർമാറ്റിൽ തൗസൻഡ്സിന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് 3 ആണ്, 3 ഉള്ളതാണ് ഇവിടെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആദ്യം 3ഉം പിന്നെ 2 വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫോർമാറ്റ് മാറ്റി കൊടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് ശരിയായ രീതിയിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ സിസ്റ്റം സെറ്റിംഗ്സിൽ പോയി അവിടെ റീജിയണൽ സെറ്റിംഗ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പല മാറ്റങ്ങളും വരുത്താവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫയൽ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഇടുന്നുണ്ട്. കഴിഞ്ഞ 2 വീഡിയോന്റെ ഫയലുകളുടെ ലിങ്ക് ഇട്ടിരുന്നു. ആ ഫയൽ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്.